ഇതിനു മുമ്പ് കാട്ടുപശുക്കളുടെ ഒരു വീഡിയോ എടുത്തായിരുന്നു. ഇത് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കൂട്ടത്തെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. അന്ന് കുറേ പേര് വിമർശിച്ചു, ഇത് കാട്ടുപശുക്കളല്ല, ഇത് നാട്ടിൽ അഴിച്ചുവിട്ടിരിക്കുന്ന പശുക്കളാണ്. അഴിച്ചുവിട്ട പശുക്കൾ തന്നെയാണ്, പക്ഷേ അത് 10-20 വർഷം മുമ്പാന്നേ ഉള്ളൂ. ഇത് കാട് കയറി പോയിട്ട് ഇങ്ങനെ പെറ്റുപൂരി കിടക്കുന്ന കേട്ടോ. ഇത് വള്ളമോ ബോട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇവിടെ ആൾത്താമസമൊന്നും ഇല്ലാത്ത ഏരിയയാണ്, വനമാണ് ഫുള്ള്. ഇതിൻ്റെ ചെറിയൊരു കൂട്ടം മാത്രം സൈഡിൽ പുല്ലിനായിട്ട് ഇറങ്ങിയ കേട്ടോ. ബാക്കിയൊക്കെ കാട്ടിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൽ നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് അഴിച്ചുവിട്ട പശുക്കളുടെയും കുഞ്ഞുങ്ങളെ കൂടുതലുണ്ടാവും, പക്ഷെ നമ്മൾ തിരിച്ചറിയത്തില്ല. വെറും കാട്ടുപശുക്കൾ തന്നെയായി പോയി. മനുഷ്യനായിട്ട് യാതൊരു ബന്ധവുമില്ല. മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഓടുക സാധനം നോക്കിയല്ലെങ്കിൽ. പിന്നെ വിമർശിക്കുന്ന ആൾക്കാരെ വിമർശിച്ചിട്ടോ, കുഴപ്പമില്ല. നമുക്ക് കള്ളം പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം ഇതിനെപ്പറ്റി. അതുകൊണ്ട് ഒരെണ്ണം നമ്മളെ കണ്ടേ നോക്കുന്നുണ്ടേ, എൻ്റെ പിടിയോടെ നോക്കി നിൽക്കും. അത് കണ്ടോ, ഓട്ടം തുടങ്ങി. ഇതെല്ലാം കണ്ടു കേട്ടോ. ഇതെല്ലാം കാട്ടിലേക്ക് കയറാൻ തുടങ്ങുവാണേ. കണ്ടോ, ഓട്ടം കണ്ടോ. ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പശുക്കളാണ്. കാണുമ്പോൾ നമുക്ക് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ തോന്നും, പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. എന്നാലും കുത്തി ശരിയാക്കി കളയും കേട്ടോ. ഇതെല്ലാം പശുക്കളാന്ന് തോന്നുന്നു. മൂരിയെ കണ്ടേ ഭയങ്കര ഡേഞ്ചറാണ് ഇവന്മാർ. വലിയ മൂരുകളൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ. എല്ലാം കയറി കണ്ടോ. കാണാനൊക്കെ എന്ത് രസമാണെന്ന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ കൂട്ടത്തെ കാണുവാണെങ്കിൽ എൻ്റെ വീഡിയോ എടുത്ത് തരാം കേട്ടോ.